ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ് ഈ പറയുന്നത്. അപ്പോൾ ഇനി കാണാൻ പോകുന്ന എപ്പിസോഡ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കും. കാരണം വിഷ്ണു ഷാനി ഒന്നിക്കുന്ന ആ നിമിഷങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ആണ് ഈ പറയുന്നത്. അതിന് മുന്നേ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് കമൻസ് ഷെയർ ആരും മറക്കണ്ട. ആദ്യം ഞാൻ ഈ പറയുന്നത് ഇനി നടക്കാൻ പോകുന്ന എപ്പിസോഡുകളിൽ എന്താ സംഭവിക്കാൻ പോകുന്നുള്ളതാണ്. അതിനുശേഷം ഇന്നലത്തെ എപ്പിസോഡ് ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു എപ്പിസോഡിൻ്റെ ഒരു ക്രക്സ് പറയാം. കാരണം അത് ഈ സീരിയലിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എപ്പിസോഡ് അത്രയ്ക്ക് മനോഹരമായ എപ്പിസോഡായിരുന്നു. കാരണം ഒരാളുടെ അടുത്ത് അഭിനയിക്കാൻ പറഞ്ഞപ്പം ജീവിച്ച് കാണിച്ചിരിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അത്രയ്ക്കും അതിമനോഹരമാക്കിയെടുത്ത ഒരു എപ്പിസോഡാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ കൂടെ പറയാം. അപ്പോൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കാൻ പോകുന്ന കാര്യം, നമ്മുടെ വിഷ്ണു സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുകയാണ്. ഷാലിനി തന്നെയാണ് സത്യമോളെയും പപ്പിമോളെയും പ്രസവിച്ചിരിക്കുന്നത്. ഷാലിനി തന്നെയാണെന്ന് അറിയുമ്പോഴത്തേക്കും ഇത്രയും നാൾ അവൾ ചെയ്തത് മറ്റുള്ളവർക്ക് വേണ്ടി നന്മ വരുത്താൻ വേണ്ടി എനിക്ക് അവൾക്ക് മാത്രം നന്മ വേണ്ടെന്ന് വെച്ച് ഷാലിനിയുടെ നന്മയൊക്കെ മനസ്സിലാക്കുന്ന വിഷ്ണു തൻ്റെ മകൾ പപ്പിമോളെ മകൾ എന്ന സ്ഥാനത്ത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്രയും നാൾ ഒരു വല്യച്ഛൻ്റെ സ്നേഹം മാത്രം കൊടുത്തത് തൻ്റെ സ്വന്തം മകൾക്കാണെന്നുള്ള അറിയുമ്പം ആ മകളെയും എടുത്തുകൊണ്ട് നേരെ എന്താണ് ഷാലിനിയെ കാണാൻ ഓടിപ്പോവാണ്. അതെ, നമ്മുടെ പിള്ളച്ചേട്ടനും അതുപോലെ തന്നെ പൊന്നി ചേച്ചിക്കൊന്ന് എന്താ വിഷ്ണു മോന് സംഭവിച്ചെന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. വിഷ്ണു കുഞ്ഞ് എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, പപ്പിമോൾ ഇത്രയും നാളുകൊണ്ട് കാണുന്നില്ലേ, എന്നിട്ട് എന്താ ഇങ്ങനെ നിന്ന് കരയാനൊക്കെ, അതിന് മാത്രം എന്തുണ്ടായി നമ്മൾ ഇവിടുന്ന് പോയ സമയത്തൊക്കെ ചോദിക്കുമ്പോൾ പൊന്നി ചേച്ചി പറയുന്നത് എനിക്കൊന്നും അറിയത്തില്ല പിള്ളച്ചേട്ടാ, ഞാൻ വന്ന് നോക്കിയപ്പം പിള്ളച്ചേട്ടൻ കണ്ട പോലെ ഞാനും കണ്ടുള്ളൂ, അതിന് മുന്നേ ഇവിടെ വേറെ ഒരു പ്രശ്നം ഉണ്ടായതായിട്ട് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ നമ്മുടെ പൊന്നി ചേച്ചിയും പറയുന്നുണ്ട്. ശ്യാമയാണെങ്കിലും ആർക്കും മുഖം കൊടുക്കാതെ നേരെ എങ്ങനെയെങ്കിലും ഒന്ന് രോഹിത്തിൻ്റെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ശ്യാമയുടെ കഠിന പ്രയത്നമാണ് ശ്യാമ കാണിക്കുന്നത്. ശ്യാമയാണെങ്കിലും അവസാനം രോഹിത്തിൻ്റെ കാല് വരെ പിടിച്ചങ്ങ് കരയാണ്. രോഹിത്തെ അന്ന് സംഭവിച്ച കാര്യങ്ങളെ യാഥാർത്ഥ്യം രോഹിത്ത് മനസ്സിലാക്കണം, അന്നത്തെ എൻ്റെ മാനസിക അവസ്ഥ രോഹിത്ത് മനസ്സിലാക്കണം. ഞാൻ അല്ലാതെ രോഹിത്തിനെ മറ്റൊരു രീതിയിൽ ചതിച്ചിട്ടില്ല, പപ്പിമോള് അവൾ നമ്മുടെ മോളാന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ ഞാൻ രോഹിത്തിൻ്റെ മറ്റ് ചതിയൊന്നും ചെയ്തില്ലോ എന്നൊക്കെ പറയുമ്പോൾ രോഹിത്തിന് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം താൻ തൻ്റെ മകളായി സ്വന്തം മകളായി സ്നേഹിച്ച വ്യക്തിക്ക് വേണ്ടി ഇത്രയും നാൾ അച്ഛൻ എന്നൊരു വിഡ്ഢിവേഷം മാത്രമായിരുന്നല്ലോ ഞാൻ കെട്ടിയത്, എന്നെക്കൊണ്ട് ആ വിഡ്ഢിവേഷം കെട്ടി ആടിച്ചത് നീയല്ലേ. എൻ്റെ അമ്മയ്ക്ക് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ട അമ്മയ്ക്ക് പകരമായി പത്മാവതി എന്ന അമ്മയ്ക്ക് പകരമായി ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തി പപ്പിമോളെ തന്നെയായിരുന്നു എന്നൊക്കെ രോഹിത്ത് പറയുമ്പോഴത്തേക്കും ശ്യാമയ്ക്ക് ഭയങ്കര സങ്കടം വരുവാണ്. ആ സങ്കടം വരുന്നെങ്കിൽ ശ്യാമ പറയുന്നത് എന്നോട് എങ്ങനെയും ക്ഷമിക്കും, നിന്നോടോ നിൻ്റെ അമ്മയോടോ നിൻ്റെ ആ ചേച്ചി ഉണ്ടല്ലോ അവളോടൊന്നും ഞാൻ ഒരു കാരണം ക്ഷമിക്കും, നിങ്ങൾ എന്നെ മാത്രം ചെയ്താൽ ആ പറയുന്ന ആ വിഷ്ണുവിനെയോ, ആ വിഷ്ണു എന്ന് പറഞ്ഞാൽ അവനെ നിങ്ങൾ ചതിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്, നിങ്ങൾ ആരോടെങ്കിലും അമ്മയും മോളൊക്കെ സത്യം പറഞ്ഞാൽ ചുമ്മാ അതല്ല ഗോപാലൻ നിങ്ങളെയൊക്കെ വിട്ടിട്ട് പോയെന്നൊക്കെ പറഞ്ഞാൽ രോഹിത്ത് ശരിക്കും അവിടെ കിടന്ന് വഴക്ക് കൂടുകയാണ്. ശ്യാമ ഇതൊന്നും കേട്ട മട്ടില്ല, ശ്യാമയ്ക്ക് താൻ ചെയ്തതാണല്ലോ തെറ്റ്, താൻ ഇത്രയും നാൾ ചതിക്കുമെന്ന് രോഹിത്തിന് അറിയാൻ വയ്യാതില്ല. ഞാൻ ഈ ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേര് ഇത് മനസ്സിട്ട് ഓരോ ദിവസം നീറി 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 മാത്രം രോഹിത്തിൻ്റെ കൂടെ ഓരോ ദിവസം കഴിഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്തിനാ നീറി നീറി കഴിയേണ്ട വന്നത്, അങ്ങ് ഇറങ്ങി പോയിക്കൂടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ശ്യാമ എന്താണ് ശരിക്കും വഴക്ക് പറഞ്ഞ് ശ്യാമ ഓൾമോസ്റ്റ് എന്താണ് ശ്യാമയുടെ ജീവിതത്തിൻ്റെ ഒരു നല്ല സ്കോപ്പ് എല്ലാം തീർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ശ്യാമയെ കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. ഞാൻ കാണിക്കാൻ നമ്മുടെ വിഷ്ണു പപ്പിമോളെയും കൊണ്ട് ഇങ്ങനെ ഈ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. അപ്പം ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴും വിഷ്ണുവിൻ്റെ മനസ്സിൽ ഒരു അച്ഛൻ്റെ വാത്സല്യം ഇങ്ങനെ വാരി തുളുമ്പി നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും പപ്പിമോൾ ചോദിക്കുക, എന്താ വിഷ്ണു വെച്ചാൽ എന്നെ ഇങ്ങനെ നോക്കുന്നത്. വിഷ്ണു അതേ പറയാം, ഒന്നുമില്ല മോളെ, വിഷ്ണു വെച്ചാൽ മോളെ ഇങ്ങനെ നോക്കിയതാ, എന്ത് ഭംഗിയാണ് എൻ്റെ പപ്പിമോളെ കാണാനൊക്കെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എന്താണ് ഭയങ്കര ഇമോഷണൽ സംസാരിക്കും. പപ്പിമോൾക്ക് ഒന്നും മനസ്സിലായി, എന്താ ഈ വിഷ്ണു വെച്ചാൽ ഈ പറ്റിയത്, ഇത്ര മാത്രം സങ്കടപ്പെടാൻ വേണ്ടിയിട്ട് വിഷ്ണുവിൻ്റെ സങ്കടപ്പെടുവാണോ അത് സന്തോഷിക്കുന്നോ എനിക്കൊന്നും മനസ്സിലായി. വിഷ്ണു വെച്ചൻ്റെ സങ്കടവും സന്തോഷവും എല്ലാം കൂടെ ഒരുമിച്ച് വന്നിരിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും വിഷ്ണുവിന് പെട്ടെന്ന് ചിന്തയിൽ വരുന്ന കാര്യം ഷാനിയിലേക്കുള്ള ആ ദൂരം, ഈ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്ന അത്രയും ദൂരം തനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. കാരണം ഷാനി പറഞ്ഞു പോയ ഓരോ കാര്യങ്ങൾ, അയ്യോ ദൈവം എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു പോയത്, അതിന് വിഷ്ണു സങ്കടം കൊണ്ട് ഷാലിനിയെ ഫോൺ വിളിക്കാൻ പോവാണ് കാണിക്കുന്നത്. അതിന് മുന്നേ ഷാലിനിയുടെ ഓഫീസ് സംഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഷാനി ഓഫീസിൽ രാവിലെ വന്നപ്പോഴേ ഷാനിയുടെ മനസ്സ് മൊത്തം മുള്ള് കൊണ്ടതുപോലെ ഇരിക്കുവാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. വിഷ്ണു പറഞ്ഞ ഓരോ കൈപ്പേറിയ വാക്കുകൾ, നീക്ക് എന്തിനാ ഇങ്ങനെയൊക്കെ ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ വിഷ്ണു വെച്ച ഒരു വാക്കുകൾ, താൻ ഏറ്റവും വലിയ ചതിയതയാണെന്ന് പറഞ്ഞ വിഷ്ണുവിൻ്റെ ആ ഒരു ഇത്, എത്രയും വൃത്തികെട്ടവളാന്നൊക്കെ പറഞ്ഞത്, ഇതെല്ലാം കേട്ട് ഷാനിയുടെ മനസ്സ് അത്രമാത്രം സങ്കടപ്പെട്ടിരിക്കുവാണ്. ആ സങ്കടം അത്രയും നിറഞ്ഞ് തുളുമ്പിരിക്കുമ്പോൾ ഷാനി ചിന്തിക്കുന്നുണ്ട്, ഞാൻ വിഷ്ണുവേട്ടനെ വിളിച്ചിട്ട് എന്താ പറഞ്ഞത്, ഞാൻ എല്ലാവർക്കും നന്മയല്ലേ പ്രവർത്തിച്ചിട്ടുള്ളൂ, എന്നിട്ടും എന്നെ മാത്രം ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് എന്താണ്, എൻ്റെ ജന്മം എന്താ ഇങ്ങനെ ആയിപ്പോയെന്നൊക്കെ ഷാനി സ്വന്തമായി തന്നെ പഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാനിക്ക് ആരെയും കുറ്റം പറയാമില്ല, കാരണം താൻ തന്നെ ഏറ്റുവെച്ച് ചെയ്ത കാര്യങ്ങളാണ് ഇന്നീ കാണിച്ചു കൂട്ടിയത് എല്ലാം തന്നെ. പക്ഷേ അതുകൊണ്ട് താൻ എന്ത് നേടി,
ഒന്നും നീട്ടില്ല. എന്ന് സ്വന്തമാക്കിയെന്ന് വിചാരിച്ച വിഷ്ണുവേട്ടൻ പോലും ഇപ്പോൾ എൻ്റേതല്ലാതായി മാറിയല്ലോ എന്നുള്ള സങ്കടമൊക്കെ ഷാനിയെ ഭയങ്കരമായിട്ട് വേട്ടയാടുമോ. എൻ്റെ മക്കളും എനിക്ക് നഷ്ടമാവും എന്നൊക്കെ പറഞ്ഞ് ഷാനി ഭയങ്കര സങ്കടപ്പെട്ടുകൊണ്ട് ഈ ചിന്തിച്ചുകൊണ്ട് തന്നെ ഓഫീസിൽ വന്ന് കയറിയിരുന്നത്. അതുകൊണ്ട് അനുഭവിക്കുന്നത് മാഡത്തിൻ്റെ മുഖത്തിന് എന്താ തെളിച്ചമില്ലാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാഡം? ഒന്നുമില്ല അനു എന്ന് പറഞ്ഞാൽ അനു ഒന്ന് ജസ്റ്റ് ക്യാബിനിൽ നിന്ന് പോകുന്നു വന്നിട്ട് അവിടെ ഷാനി ഒറ്റയ്ക്കെന്ന് പല കാര്യം ചിന്തിക്കുന്നതാണ്. ചിന്തിക്കണം സത്യാമ്മയുടെ വിഷ്ണുവേട്ടൻ നന്മ മാത്രമല്ല ഇന്ന് വരെ കരുതിയിട്ടുള്ളൂ. എന്നിട്ട് വിഷ്ണുവേട്ടൻ എന്താ എന്നെ മനസ്സിലാക്കാതെ പോയത്? വിഷ്ണുവേട്ടനെ വിളിച്ച് പറഞ്ഞാൽ വിഷ്ണുവേട്ടൻ ഇന്ന് താമസിക്കുന്ന വീട് പോലും വിഷ്ണുവേട്ടന് നഷ്ടമാവുന്നുള്ള കാര്യമല്ല പറഞ്ഞത്. കൂടെ ഉള്ളവരൊക്കെ ചതിച്ച് കഴിഞ്ഞപ്പം അതിനേക്കാളും വലിയ ചതി ഞാനാണ് ചെയ്തത്. ആ ചതി പോലും സഹിക്കാൻ പറ്റുന്നതല്ലേ വിഷ്ണുവേട്ടൻ പറഞ്ഞത്. വിഷ്ണുവേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എന്നെ അത്രയ്ക്ക് വിഷ്ണുവേട്ടൻ സ്നേഹിച്ചിട്ടുള്ളൂ. അപ്പോൾ സ്നേഹമൊക്കെ പൊള്ളയാണെന്നൊക്കെ ഷാനിക്ക് ഭയങ്കര സങ്കടത്തിൽ ഷാനി ഇരിക്കും. ഞാൻ എന്തൊക്കെ നേടി വന്നിട്ട് എന്താണ് കാര്യം? ഇതൊന്നും ഒരു നേട്ടമല്ല. സ്വന്തം ജീവിതം കൊണ്ട് കളഞ്ഞിട്ട് ഈ നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് എന്തിരിക്കുന്നു? അതിലെന്ത് മഹിമ പറയാനിരിക്കുന്നത്? ഷാനി ലാസ്റ്റ് ഒരു കടുത്ത തീരുമാനം എടുക്കുകയാണ്. ഞാൻ ഈ ജോലി തന്നെ റിസൈൻ ചെയ്യുകയാണ്. ഈ ജോലി കൊണ്ട് വന്ന പ്രശ്നമല്ല എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും. ഈ ജോലി ഞാൻ റിസൈൻ ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ഷാനി നേരെ റെസിഗ്നേഷൻ ലെറ്റർ എഴുതുവാണ് കേട്ടോ. ഷാനിയാണെങ്കിൽ റെസിഗ്നേഷൻ ലെറ്റർ ഭയങ്കര സങ്കടത്തോടുകൂടി എഴുതുന്നത്. കാരണം ആ സങ്കടത്തിൽ ഷാനിയുടെ മനസ്സിലേക്ക് കയറി വന്ന കാര്യം അമ്മ എന്തുമാത്രം കഷ്ടപ്പെട്ട ഈ സ്ഥാനത്തിലേക്ക് തന്നെ എത്തിച്ചത്. അതിനൊപ്പം ഈ സ്ഥാനത്തിലേക്ക് തന്നെ എത്തിക്കാൻ വിഷ്ണു എന്തുമാത്രം കഷ്ടപ്പെട്ട് ഓടിയിട്ടുണ്ട്. ഇതെല്ലാം നേടിയിട്ടും യഥാർത്ഥത്തിൽ ഇത് നേടുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് വിചാരിച്ച ആ വിഷ്ണുവേട്ടൻ എൻ്റെ കൂടെ ഇല്ലാതായില്ല. ആ വിഷ്ണുവേട്ടൻ എന്നോട് വെറുപ്പും പുച്ഛമായില്ലേ. പിന്നെ ഞാൻ ഇതൊക്കെ പേറി നടന്നിട്ട് എന്താണ് കാര്യം എന്ന് ഷാനി ആ റെസിഗ്നേഷൻ വളരെ എന്താണ് സങ്കടമുണ്ടെങ്കിലും ഇതാണ് ശരിയെന്ന തീരുമാനമായി ഷാനി റെസിഗ്നേഷൻ എഴുതി വെച്ചിട്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അനു ചോദിച്ചിട്ടൊന്നും മിണ്ടില്ല. ഷാനി എന്നും നഷ്ടപ്പെട്ടതുപോലെ ഒരു ബോധമില്ലാത്ത പോലെ അവിടെ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് കാണിക്കുന്നത്. ആ സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് നേരെ നമ്മുടെ വിഷ്ണു എന്താണ് എൻ്റെ വീട്ടിൽ ഫോണിലേക്ക് വിളിക്കുന്നത്. ആ ഷാലിനെ വിളിച്ചിട്ട് കിട്ടുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അനുപല്ലവി പറയുന്നുണ്ട്, ആ മാഡം ഇവിടുന്ന് പോയി. എങ്ങോട്ടേക്ക് പോയി ചോദിക്കുമ്പോഴത്തേക്കും അറിയത്തില്ല മാഡം ഒന്നും പറഞ്ഞില്ല. മാഡം വല്ലാണ്ടായിരുന്നു ഓഫീസിൽ വന്നപ്പോൾ തോന്നുന്നു. അപ്പം വിഷ്ണുവിന് അപ്പോഴേ കാര്യം മനസ്സിലാണ്. ഷാലിയുടെ ഹൃദയം ശരിക്കും വേദനിച്ചിട്ട് അയാൾക്ക് എന്താണ് അത്ര വിഷമം കൊണ്ട് അയാൾ പോയതായിരിക്കും. എൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ച തെറ്റാ. മാഡം എപ്പം വരും എന്ന് ചോദിക്കുമ്പോൾ അറിയത്തില്ല സാർ ഒന്നും പറഞ്ഞില്ല. എന്തെങ്കിലും മാഡത്തിനോട് പറയാനുണ്ടോ? ഇല്ല ഞാൻ നേരിട്ട് വന്ന് കണ്ടോളാം. അപ്പം മാഡം ഇപ്പോൾ ഓഫീസിലില്ലേന്ന് ചോദിക്കുമ്പം ഇല്ല മാഡം ഓഫീസിൽ നിന്ന് പോയി കഴിഞ്ഞു. എങ്ങോട്ടേക്കാണ് പോയെന്നൊന്നും പറഞ്ഞതും ഇല്ല എന്ന് പറഞ്ഞിട്ട് അനുപല്ലവി ഫോണും കട്ട് ചെയ്യുക. അനുപല്ലവി ഫോൺ കട്ട് ചെയ്ത് ടേബിളിൽ നോക്കുമ്പോഴാണ് ഒരു പേപ്പർ ഇരിക്കുന്നത് കാണുന്നത്. അപ്പം പേപ്പർ നോക്കുമ്പോഴത്തേക്കും റെസിഗ്നേഷൻ ലെറ്ററാണ്. ഇത് വായിച്ചതും അനുപല്ലവി ഭയങ്കര ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. കാരണം മാഡം എന്താ ഈ റെസിഗ്നേഷൻ ലെറ്ററൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എന്നിട്ട് ഭയങ്കര ഞെട്ടിയിരിക്കുന്നത്. വിഷ്ണു ആണെങ്കിലോ നേരെ പോകുന്ന ശാരദാമ്മയുടെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷാലിനി അവിടെയും എത്താൻ പോകുന്നില്ല. ഷാലിനി ഇനി ചെയ്യാൻ പോകുന്ന കാര്യം നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. ഷാലിനി നേരെ ഈ സങ്കടം കൊണ്ട് ലാസ്റ്റ് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയായിട്ട് തോന്നിയ ഷാലിനി നേരെ പോകുന്നത് ഒരു ബീച്ചിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. അതിനുശേഷം സംഭവിക്കാനുള്ള അടുത്ത വീഡിയോ ആയിട്ട് പറയാം കേട്ടോ. കാരണം അതാണ് ഈ 2-3 എപ്പിസോഡ് കഴിയുമ്പോഴേക്കും ഇത്രയും കാര്യങ്ങൾ ടി വി വരുന്നത് കേട്ടോ. അപ്പം ഷാലിനി നേരെ ബീച്ചിലേക്ക് പോയിട്ട് സങ്കടപ്പെട്ട് ഷാലിനി ഒരു കടുത്ത തീരുമാനമായിട്ടാണ് ബീച്ചിലേക്ക് പോയി നിൽക്കുന്നത് പോലും. ആണെങ്കിലോ ശാരദാമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി എത്തുന്നതിന് മുന്നേ തന്നെ ഒന്നും കൂടെ അനുവിൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് നോക്കുവാണ്. ഷാനിയെ വിളിച്ച് നോക്കിയിട്ട് വീണ്ടും കിട്ടാതെ അമ്മ ഒന്ന് വിളിച്ച് നോക്കുമ്പോഴത്തേക്ക് അനു പറയുന്നുണ്ട്, സർ മാഡം എവിടേക്കാണ് പോയെന്ന് അറിയത്തില്ല. ഇതുവരെ മാഡം വന്നിട്ടില്ല. പക്ഷേ മാഡം തന്നെ റെസിഗ്നേഷൻ ലെറ്റർ വരെ എഴുതി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. എന്താ കാര്യമൊന്നും എനിക്കറിയത്തില്ല. സാറിന് അറിയുമോ ചോദിക്കുമ്പോഴത്തേക്കും വിഷ്ണു പറയുന്നുണ്ട്, റെസിഗ്നേഷൻ ലെറ്റർ എഴുതുന്നു ഷാനി എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയുന്നു. ഷാനി അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഷാനി എന്താണ് ഷാലിനി വിഷ്ണു IAS എഴുതിയ ആ ഒരു ബോർഡും കൂടെ എടുത്തുകൊണ്ടാണ് പോയത്. അത് മാത്രമേ ഷാനി അവിടെ നിന്ന് എടുക്കുന്നുള്ളൂ, മറ്റൊന്നും എടുക്കുന്നില്ല. വിഷ്ണു ആണെങ്കിലോ ശരി ശാരദാമ്മയുടെ വീട്ടിൽ വന്ന് നേരെ ശാരദാമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ് വണ്ടി സ്പീഡിന് ഓട്ടിച്ച്. ഇതും കാണിച്ചാണ് അടുത്ത എപ്പിസോഡിൻ്റെ ഒക്കെ എൻഡിങ് എന്ന് പറയുന്നത്. പിന്നെ ഇന്നലത്തെ എപ്പിസോഡ് അത് കാണാൻ മിസ്സായ വ്യക്തികൾ അതിനിപ്പോൾ 7 ദിവസം കഴിഞ്ഞിട്ടായി കാണാൻ പറ്റുന്നത്. പക്ഷേ അതിനകത്ത് സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ അത്രയും മനോഹരമായെന്ന് പറഞ്ഞാൽ അത്ര മനോഹരമായിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നതിനെ കാണിച്ച കാര്യം ശ്യാമയുടെ മുറിയിൽ നിന്ന് ഭയങ്കര ഒച്ചയും ബഹളം കേൾക്കുവാണ്. വിഷ്ണു കേട്ടുകൊണ്ട് വരുവാണ്. നോക്കുമ്പോഴത്തേക്കും രോഹിതും ശ്യാമയും തമ്മിൽ എന്തോ വഴക്കാണെന്ന് മാത്രം മനസ്സിലാവുന്നു. ശ്യാമയാണെങ്കിലും ആ ഒരു പേപ്പർ ഉണ്ടല്ലോ താൻ എഴുതി വെച്ച കത്ത് തൻ്റെ ബെഡ്റൂമിൽ തന്നെ ഇരിക്കുന്ന കണ്ടിട്ട് ആ കത്തിനെ കയ്യിൽ എന്താണ് ചുരുട്ടി പിടിച്ച് വെച്ചിരിക്കുവാണ്. കയ്യിൽ എന്താണ് ചൂലുണ്ട്. അപ്പോൾ രോഹിത്തിൻ്റെ മുന്നേ എന്താണ് താൻ ഇവിടെ തൂക്കാൻ വന്നതാണ് അതുകൊണ്ടാണ് വിയർക്കുന്നൊക്കെ പറഞ്ഞിട്ടും രോഹിത്തിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. രോഹിത് എന്താണ് ഇടി നീ കള്ളം പറയുമല്ലോടി നിൻ്റെ കയ്യിൽ എന്താ ഒളിപ്പിച്ച് വെച്ചിരുന്നത്. ലാസ്റ്റ് രോഹിത്ത് ആ കത്ത് തട്ടിപ്പറിച്ച് വായിച്ചിട്ട് ഈ കത്തിലുള്ള കാര്യങ്ങളൊക്കെ സത്യമാണോ ശ്യാമേ, ഇത് സത്യമാണെങ്കിൽ പപ്പി നിൻ്റെ മോളാണോ, നീ പ്രസവിച്ച മോളാണോ. അപ്പോൾ ഇത് നമ്മുടെ വിഷ്ണു പുറത്തുനിന്ന് കേൾക്കുവാണ്. പപ്പി നിൻ്റെ മോളാണോ എന്തോ ഇവൻ ചോദിക്കുക ശ്യാമയോടൊന്ന്. ആദ്യമൊക്കെ വിഷ്ണു ഭയങ്കര ഒരു ഞെട്ടൽ മാത്രമേ ഉള്ളൂ. കത്തി പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പപ്പി മോള് പ്രസവിച്ച ഷാനിയല്ലേ. അപ്പം
അപ്പം വിഷ്ണു ഇത് പുറത്തും കേട്ട് ശാലിനി പപ്പയും പ്രസവിച്ചത് എന്തോ ഇവൻ ഈ പറയുന്നതെന്ന് മനസ്സിലാവാതെ നിൽക്കുമ്പോഴത്തേക്കും പറയുന്നുണ്ട്, എടീ ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ, പപ്പി മോളുടെ അമ്മ എന്ന് പറയുന്നത് ഷാനിയല്ലേ, ഷാനിയല്ലേ പപ്പി മോളെ സത്യ മോളെയും കൂടി പ്രസവിച്ചത് എന്നല്ലേ നീ ഇതിനകത്ത് എഴുതി വെച്ചിരുന്നത്. അപ്പം ഷാനിയല്ലേ പ്രസവിച്ച് നോക്കുമ്പോൾ നമ്മുടെ വിഷ്ണു അങ്ങ് എന്താണ് ഞെട്ടി നിൽക്കുകയാണ്. അടുത്തതാണ് വിഷ്ണു പ്രതീക്ഷിക്കാത്തൊരു കാര്യം. അപ്പോൾ സത്യം പറ, ആരാണ് യഥാർത്ഥത്തിൽ ഈ കൊച്ചിൻ്റെ അച്ഛൻ? ഈ കൊച്ചിൻ്റെ യഥാർത്ഥ അച്ഛൻ എന്ന് പറയുന്നത് വിഷ്ണു അല്ലേ? മോളുടെയും പപ്പയും മോളുടെയും അച്ഛനും അമ്മ എന്ന് പറയുന്നത് ഷാലിനി വിഷ്ണു അല്ലേ? പിന്നെ അപ്പം ഞാൻ ആരാ? ഇത്രയും നാൾ വെടിവേഷം കെട്ടിയ കോമാളിയോ? നീ എന്നെ പറ്റിച്ച, നീ ഈ ജീവിതത്തിൽ ജീവിച്ചിരിക്കാൻ നിനക്ക് അർഹതല്ല, നീയും ജീവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നേരെ എന്താണ് രോഹിത്ത് ശ്യാമയെ പിടിച്ചങ്ങ് തള്ളുവാണ്. ആ തള്ളുന്ന സമയത്ത് കറക്റ്റ് എന്താണ് അത് മനസ്സിലായി, ഇവൻ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ശ്യാമ ഇതോടെ തീർക്കുമെന്ന് മനസ്സിലായിട്ട് വിഷ്ണു നേരെ കയറി ഇടപെട്ട് രോഹിത്തിനെ തള്ളി മാറ്റി അങ്ങ് നിൽക്കുമ്പോഴത്തേക്ക് ലാസ്റ്റ് രോഹിത്തിനെ പറയാനൊന്നുമില്ല. എന്നിട്ട് രോഹിത്തിൻ്റെ കയ്യിൽ നിന്ന് ആ കത്ത് വിഷ്ണു മേടിച്ചിട്ട് കത്തിലുള്ളതൊക്കെ വായിക്കുവാണ്. എൻ്റെ ചേച്ചി പ്രസവിച്ച ഇരട്ട കുട്ടികളാണ് സത്യമോളും പപ്പിമോളും, എനിക്ക് വളർത്താൻ തന്നു, അതായത് ഇനി കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയത്തില്ല എന്ന് ശ്യാമയുടെ കഥയിൽ വിധി എഴുതിയപ്പം ശ്യാമയ്ക്ക് വളർത്താൻ കൊടുത്തത് തന്നെയാണ് പപ്പിമോൾ എന്ന് പറഞ്ഞിട്ടൊക്കെ കത്തിനകത്ത് വിശദമായിട്ട് ശ്യാമ എഴുതി വെച്ച ഒരു കത്തുണ്ടല്ലോ. ഈ കുടുംബത്തിന് വേണ്ടിയാണ് എൻ്റെ കുഞ്ഞിച്ചി എല്ലാം ചെയ്തത്, എല്ലാവർക്കും നന്മ വരുത്താൻ എൻ്റെ കുഞ്ഞിച്ചി ചെയ്തിട്ടുള്ളൂ, എൻ്റെ കുഞ്ഞിച്ചി ആരോടും ഒരു ചതിയും വഞ്ചനയും കാണിച്ചില്ലെന്ന് വായിക്കുമ്പോഴത്തേക്കും വിഷ്ണുവിന് അയ്യോ ദൈവമേ ഇതെന്തോ ശ്യാമ എഴുതിയിരിക്കുന്നത്, ഇതൊക്കെ സത്യമാണോ? സത്യം പറ ശ്യാമ, അപ്പം പപ്പിമോളും സത്യമോളും എൻ്റെ മക്കളാണോ? അയ്യോ ദൈവമേ എൻ്റെ മക്കളാന്ന് എൻ്റെ കൺമുന്നിൽ ഉണ്ടായിട്ട് പോലും ഞാൻ അറിഞ്ഞില്ലല്ലോ, എന്തൊരു മഹാപാവം, എന്നോടെങ്കിലും അവൾക്ക് പറഞ്ഞൂടെ? അവളെങ്ങനെ പറയാനാ? അവൾക്ക് എല്ലാവരെയും നന്മ പ്രധാനമാണ്, ഞങ്ങൾ ഒഴികെ ബാക്കി എല്ലാവർക്കും നന്മ വരുത്താൻ വേണ്ടി മാത്രം ജീവിക്കുന്നവളല്ലേ, നിനക്കെങ്കിലും എന്നോട് ഒരു അറ്റം പറഞ്ഞുകൂടായിരുന്നോ ശ്യാമി, ഒരു വട്ടം പറഞ്ഞുകൂടായിരുന്നോ? നമ്മുടെ വിഷ്ണു ഭയങ്കര അങ്ങ് സങ്കടം പറഞ്ഞാൽ അത്രയ്ക്ക് സങ്കടപ്പെടും. അതായത് ഒരു മനുഷ്യൻ ശരിക്കും അത്രയ്ക്ക് അങ്ങ് ജീവിതം ജീവിക്കുന്ന പോലെ അങ്ങ് അഭിനയിക്കുമെന്ന് തന്നെ പറയാം. എന്നിട്ട് ശ്യാമയോട് ചോദിക്കുന്നുണ്ട്, സത്യമാണോ ശ്യാമ എന്ന് ഒന്നും കൂടെ ചോദിക്കുമ്പോൾ സത്യമാണെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ശ്യാമ പറയുക, ആണ് വിഷ്ണു ഏട്ടൻ്റെയും കുഞ്ഞേച്ചിയുടെ രണ്ടുപേരും നിങ്ങളുടെ മക്കൾ തന്നെ സത്യം പാപ്പയും, എനിക്ക് വളർത്താൻ തന്നെന്ന് മാത്രമേ ഉള്ളൂ, എൻ്റെ കുഞ്ഞേച്ചി ഒരു തെറ്റും ചെയ്തില്ല, ആ പാവത്തിനെ ഇനി ഇത് ചോദിച്ച് വിഷമിപ്പിക്കില്ല. എന്നിട്ട് വിഷ്ണു അവിടെ നിന്ന് ദേഷ്യത്തെ ഇറങ്ങാൻ നിൽക്കുമ്പോഴത്തേക്കും ലാസ്റ്റ് ശ്യാമ കാല് പിടിക്കണം വിഷ്ണു ഏട്ടാ, ഈ ഇത് പറഞ്ഞ് എൻ്റെ കുഞ്ഞേച്ചിയെടുത്ത് വഴക്ക് കൂടാൻ വേണ്ടി നിൽക്കില്ല, അതൊരു പാവം എന്നൊക്കെ പറഞ്ഞ് ശ്യാമ പറയുന്നുണ്ട്, എൻ്റെ ജീവിതം രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രം എൻ്റെ കുഞ്ഞേച്ചി ഇന്ന് വരെ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്, എൻ്റെ ജീവിതം തല്ലിക്കെടുത്തി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ടിപ്പോൾ എന്തായി? വിഷ്ണുവേട്ടാ എന്നോട് ക്ഷമിക്കണം വിഷ്ണുവേട്ട എന്ന് പറയും. വിഷ്ണുവിന് ഭയങ്കര സങ്കടം, അയ്യോ ദൈവമേ എന്തൊരു ക്രൂരതയാണ് നിങ്ങൾ ഈ കാണിച്ചത്, എൻ്റെ മക്കൾക്ക് ഇത്രയും വർഷം ഒരു അച്ഛൻ്റെ സ്നേഹം, ഒരു അച്ഛൻ്റെ ലാളന ഇതെല്ലാം കിട്ടേണ്ടവരല്ലെന്നോ, അതൊന്നും കിട്ടാതെ എൻ്റെ മക്കൾ ഇത്രയും നാൾ എനിക്ക് അവരെനിക്ക് ഇപ്പം തന്നെ പോയി കാണുമെന്ന് എൻ്റെ വിഷ്ണു ശരിക്കും അവിടെ നിന്ന് അയ്യോ ദൈവമേ എന്താണ് ഈ സംഭവിച്ചൊക്കെ വലിയ ചതിയാണെന്ന് പറഞ്ഞിട്ട് വിഷ്ണു നേരെ എന്താണെന്ന് പറയുക ഷാനിയുടെ നന്മയെ മനസ്സിലാക്കിക്കൊണ്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. നേരെ മക്കളെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് നമ്മുടെ പപ്പി മോളിങ്ങനെ ആടി 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 സന്തോഷത്തെ ഒന്നും അറിയാതെ ഇങ്ങനെ വരുന്നത്. അതായത് നമ്മുടെ പിള്ളച്ചേട്ടാണ് ട്യൂഷൻ കഴിഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്നത്. പപ്പി മോളെ ഇങ്ങോട്ടേ കാണുന്ന വിഷ്ണു അവിടെ അങ്ങ് മുറ്റത്തങ്ങ് മുട്ടുകുത്തി അങ്ങ് ഇരിക്കും. നിറഞ്ഞങ്ങ് അവിടെ മുട്ടുകുത്തി നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും നമ്മുടെ പിള്ളച്ചേട്ടനും പൊന്നിച്ചിരിക്കുന്നു ഒന്നും മനസ്സിലാതെ രോഹിത്താണെങ്കിലും മേളത്തെ നിലയിൽ നോക്കുവാണ്. കാരണം വിഷ്ണു യഥാർത്ഥത്തിൽ അച്ഛനാണെന്ന് അറിയാതെ വിഷ്ണു ഇത്രയും നാൾ മണ്ടനായല്ലോ എന്നത് ഒരു ഭാഗത്ത് രോഹിത്തിന് ഉണ്ടെങ്കിലും തൻ്റെ ജീവിതത്തിൽ എല്ലാവരും തന്നോട് കാണിച്ച ചതിയാണല്ലോ, അപ്പം പിന്നെ എല്ലാവരും നശിച്ചാൽ മതി എന്ന ഒരു മനോവികാരത്തിൽ ദേഷ്യത്തിൽ തന്നെയാണ് രോഹിത്തിൻ്റെ മുഖഭാവം നിൽക്കുന്നത്. ഇത്രയും നാൾ മകളെന്ന് സ്നേഹിച്ചതാണെങ്കിൽ പോലും ആ ഒരു സ്നേഹമൊക്കെ ഒരു നിമിഷത്തെ രോഹിത്തിൻ്റെ മനസ്സിന് അപ്പാടെ അങ്ങ് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ രോഹിത്ത് ഇങ്ങനെ ഇത് ഒരുവിധം ദേഷ്യം ഒരുവിധം എന്താണ് താല്പര്യക്കുറവായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും രോഹിത്ത് നോക്കുന്നത് വിഷ്ണുവിൻ്റെ സ്നേഹപ്രകടനമാണ് നോക്കുന്നത്. വിഷ്ണു പറയുക എൻ്റെ പപ്പി മോള് എൻ്റെ മോളാ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വിഷ്ണു കരയുന്നുണ്ട്. കുഞ്ഞിനൊന്നും മനസ്സിലാതെ എന്തിനാണ് വിഷ്ണുവിനെ കരയുന്നത്, എന്നോട് ക്ഷമിക്കണേ മോളെ എന്നൊക്കെ വിഷ്ണു പറയുമ്പോൾ ക്ഷമിക്കാനോ, അതിന് വിഷ്ണു അച്ഛൻ എന്ത് തെറ്റ് ചെയ്ത് എന്ന് പറയുമ്പോഴത്തേക്കും അല്ല അച്ഛൻ മോൾക്ക് വാക്ക് തന്നിട്ട് കള്ളു കുടിച്ചില്ലേ അതുകൊണ്ടാന്നൊക്കെ പറയുമ്പോഴത്തേക്കും അച്ഛനോ എന്ന് നമ്മുടെ കുഞ്ഞ് ചോദിക്കുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ രോഹിത്തിന് അത് ഒരുമാതിരി ഞാൻ കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ രോഹിത്ത് മേളിൽ നോക്കുന്നുണ്ട്. നമ്മുടെ വിഷ്ണു ലാസ്റ്റ് പറയുന്നുണ്ട് കണ്ണുടച്ചിട്ട് ആ ആ അച്ഛൻ വിഷ്ണു അച്ഛൻ എന്ന് പറഞ്ഞിട്ട് എന്താണ് തനിക്ക് അച്ഛൻ എന്ന സ്ഥാനം പോലും ഇല്ലാതായിപ്പോയല്ലോ എന്ന ഒരു സങ്കടവും എന്നാലും താൻ ദാനം കൊടുത്തായി ഇരിക്കുന്ന കുഞ്ഞിനെ തിരിച്ച് മേടിക്കാൻ പറ്റാത്തൊരവസ്ഥയും എല്ലാ നിസ്സഹായതയും കൂടെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വിഷ്ണു എന്താണ് വിഷ്ണു അച്ഛൻ എന്ന് തൻ്റെ കുഞ്ഞിനോട് തന്നെ പറയുവാണ്. അപ്പം ശ്യാമയ്ക്കാണെങ്കിലോ ഇതൊക്കെ കണ്ട് ഭയങ്കര സങ്കടം. പൊന്നു ചേച്ചിക്ക് ഒന്നും മനസ്സിലാകും. അങ്ങനെ കെട്ടിപ്പിടിച്ചെന്ന് കരയുവാണ്. എന്നിട്ട് ബാ മോളെ നമുക്കൊരു സ്ഥലം വരാതെ പോകുന്ന എന്നിട്ട് നേരെ ശ്യാമ ഞാൻ കുഞ്ഞിനെ പുറത്ത് വരെ കൊണ്ടുപോകും. നേരെ വിഷ്ണു എന്താണ് നമ്മുടെ പപ്പിമോൾ അങ്ങ് എടുക്കുവാണ്. അപ്പം പപ്പിമോൾ പറയും എന്നെ താഴെയൊക്കെ വിഷ്ണു വെച്ചാൽ ഞാൻ നടന്നു വരാം, ഞാൻ ഇപ്പം വലിയ കുട്ടിയായില്ലെന്ന് പറയുമ്പോൾ വിഷ്ണു പറയുന്നത് മോൾ എത്ര വളർന്നാലും അച്ഛൻ എന്നും കുഞ്ഞു കുട്ടിയാന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ പിള്ളച്ചേട്ടൻ പറയുന്നു കുഞ്ഞിന് ചായ ഒന്നും വൈകിട്ടത്തെ കൊടുത്തിട്ടില്ല, അതൊന്നും കുഴപ്പമില്ല ഞാൻ മേടിച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് നേരെ കുഞ്ഞിനെയും കൊണ്ട് നേരെ എന്താണ് ജീപ്പ് വെച്ചുകൊണ്ട് നേരെ ശാലിനിയെ കാണാനായിട്ട് പോകുന്ന കാണിച്ചാണ്
അല്ല കാണിച്ച എപ്പിസോഡ് തന്നെ ഇത് 7 ദിവസം കഴിയുമ്പോഴത്തേക്ക് ആപ്പിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അന്നേരം എല്ലാവരും കാണാൻ മറക്കല്ല്. കാരണം അത്രയ്ക്ക് ഇമോഷണൽ ഇന്ന് വരെ കണ്ടതിൽ ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ളൊരു സീൻ തന്നെ ആയിരുന്നു. ആരും മിസ് ചെയ്യേണ്ട. അപ്പം ഇതാണ് ഇനി നടക്കാൻ പോകുന്ന കുടുംബശ്രീ അതിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ. ഇന്നലെ കഴിഞ്ഞ് പോയ എപ്പിസോഡിൻ്റെ റിവ്യൂ ഒക്കെ അപ്പോൾ എല്ലാവരും കാണുക. ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ കമൻസ് ഷെയർ ചെയ്യാനും ആരും മറക്കണ്ട. അപ്പോൾ ബൈ.